ഫ്രീ ആയിട്ടുള്ള കൗൺസിലിങ്ങൾ ഒത്തിരി നമ്മൾ ചെയ്തിരുന്നു. സൈക്കോളജിസ്റ്റിനെ തൃശ്ശൂർ കളക്ടറുടെ നേതൃത്വത്തിലും കൂടിയാണ് നമ്മൾ അറേഞ്ച് ചെയ്തത്. അത് 5 ഭാഷകളിൽ റൂമിൽ പൂട്ടിയിടുമ്പോൾ ഉണ്ടാകുന്ന പാരൻസ് മനഃപൂർവ്വമല്ല റെസ്ട്രിക്ഷൻസ്. ഈ മദ്യപാനിക്കല്ല ട്രീറ്റ്മെൻറ്റ് ശരിക്കും കൊടുക്കേണ്ടത്. അവരെ നോക്കുന്ന ബൈസ്റ്റാൻഡർക്ക്, അവരെ നോക്കുന്ന ആൾക്കാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കുക. അപ്പോൾ കേരളം തന്നെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു പ്രശ്നമായിരുന്നു പ്രളയം. അതും നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാണ്ട് സഡൻ ആണ് കേരളത്തിലൊട്ടാകെ ഒരു പ്രശ്നം ഫേസ് ചെയ്തത്. അപ്പോൾ ആ ഒരു സമയത്ത് മാം ഏകദേശം ഒരു 1500 പേർക്കോളം ട്രെയിനിങ് ഒക്കെ കൊടുത്തിരുന്നു. അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു സമയത്ത് ആൾക്കാരുടെ ഒരു മെൻറ്റാലിറ്റി എന്ന് പറയുന്നത്? അപ്പോൾ പ്രളയം വന്ന സമയത്ത് നമുക്കതൊരു എല്ലാവർക്കും ഒരു ഷോക്കായിട്ടുള്ള, അതായത് കേരളം മൊത്തം ഒരു മാനസികമായിട്ടുള്ള ഒരു പ്രശ്നത്തിലുണ്ടായിരുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ക്യാമ്പുകൾ സന്ദർശിച്ചിട്ട് ഫ്രീ ആയിട്ടുള്ള കൗൺസിലിങ്ങൾ ഒത്തിരി നമ്മൾ ചെയ്തിരുന്നു. അതുകൂടാതെ ആ സമയം നമ്മൾ തരണം ചെയ്തു ആദ്യത്തെ പ്രളയം. പക്ഷെ രണ്ടാമതും നമുക്ക് അതിനുള്ളൊരു സാധ്യത നമ്മൾ കണ്ടിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ കേരളത്തിലെ യുവാക്കളാണ് പ്രളയ സമയത്ത് ഏറ്റവും സപ്പോർട്ടീവായിട്ട് എനർജറ്റിക് ആയിട്ട് വർക്ക് ചെയ്തിരുന്നത്. അപ്പൊ ആ യുവാക്കൾക്ക് ഒരു മൈൻഡ് പവർ അല്ലെങ്കിൽ ട്രെയിനിങ് വേണമെന്നാണ് ഗവൺമെന്റ് തീരുമാനിച്ചിരുന്നത്. അങ്ങനെ എല്ലാ ജില്ലകളിൽ നിന്നും, കേരളത്തിൽ നിന്ന് സെലക്റ്റഡ് ആയിട്ട് എല്ലാ ജില്ലകളിൽ നിന്നും ഒരു 1500ഓളം യുവാക്കൾക്ക് ഒരു ട്രെയിനിങ് കൊടുത്തിരുന്നു. അത് ഞാനാണ് ലീഡ് ചെയ്തിരുന്നത്. അവരുടെ മൈൻഡ് സെറ്റ് ഓക്കെ ആക്കാനും ആ മൈൻഡ് പവർ കൂട്ടാനും നെക്സ്റ്റ് ടൈമിൽ ഇത്തരത്തിൽ എന്തെങ്കിലും പ്രളയം തന്നെയല്ല, നമുക്ക് പല കലാമിറ്റീസ് വരുമ്പോഴാണെങ്കിലും അതിനെ നേരിടാനായിട്ട് യുവാക്കളെ സജ്ജരാക്കിയത്. അതുപോലെ തന്നെ പ്രളയത്തിൻ്റെ ആ ഒരു എഫക്റ്റ് കഴിയുമ്പോഴേക്കാണ് കോവിഡിൻ്റെ ആ ഒരു പ്രശ്നം വന്നത്. അപ്പോൾ ആ സമയത്ത് പല ലാംഗ്വേജസിലായിട്ട് ഏകദേശം 400ഓളം സൈക്കോളജിസ്റ്റിനെയാണ് മാം ലീഡ് ചെയ്തിരുന്നത്. അപ്പം എങ്ങനെയായിരുന്നു പ്രളയം വെച്ച് നോക്കുമ്പം കോവിഡിലേക്ക് എത്തുമ്പോൾ വീണ്ടും ഒരു പ്രോബ്ലം ആളുകൾ ഫേസ് ചെയ്യാണ്. അപ്പം ആ ഒരു സമയത്തുള്ളൊരു മെൻറ്റാലിറ്റി എങ്ങനെയായിരുന്നു? പ്രളയം എന്ന് പറയുന്നത് നമുക്ക് ഡീൽ ചെയ്യാൻ നമ്മൾ നന്നായി ചെയ്തു, അത് ഡീൽ ചെയ്തു. പക്ഷെ കോവിഡ് വന്നപ്പോൾ മാനസികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ എഫക്ട് ചെയ്തിരുന്നു. ഐസൊലേഷൻസ് ഉണ്ടായിരുന്നു, കർഫ്യൂസ് ഉണ്ടായിരുന്നു, ആൽക്കഹോളിക് ആയിട്ടുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങൾ, ദാമ്പത്യ പ്രശ്നങ്ങൾ, ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് ഒരു വീട്ടിൽ 40 ദിവസമൊക്കെ ഇരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരുപാട് ഇഷ്യൂസ്. അങ്ങനെ പ്രളയത്തിൻ്റെ ഒരു സ്റ്റേജ് ആയിരുന്നില്ല കോവിഡിന് വന്ന മാനസിക പ്രശ്നങ്ങൾ. അതിൽ സൈക്കോളജി രംഗത്ത്, അതായത് നമുക്ക് സൈക്കോളജി വെൽഫെയർ അസോസിയേഷനും നമ്മൾ സഹകരിച്ച് 400ഓളം സൈക്കോളജിസ്റ്റിനെ തൃശ്ശൂർ കളക്ടറുടെ നേതൃത്വത്തിലും കൂടിയാണ് നമ്മൾ അറേഞ്ച് ചെയ്തത്. അത് 5 ഭാഷകളിൽ നമ്മൾ കോർഡിനേറ്റ് ചെയ്തിരുന്നു. തമിഴ്, മലയാളം, ഹിന്ദി, തെലുങ്ക്, അങ്ങനെ സൈക്കോളജിസ്റ്റിനെ അറേഞ്ച് ചെയ്തിട്ട് അവർക്ക് 24/7 കൗൺസിലിംഗ് കൊടുത്തിരുന്നു. വളരെ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു. നമുക്ക് 24/7 എൻക്വയറീസ് ഉണ്ടായിരുന്നു. ആൾക്കാർക്ക് വീട്ടിലിരിക്കുമ്പോഴുള്ള പ്രശ്നം, മദ്യം കിട്ടാത്തതിൻ്റെ ബുദ്ധിമുട്ടുകൾ, വിഡ്രോവൽ സിംറ്റംസ് ഉണ്ടായിരുന്നു. കുട്ടികൾക്കും ആദ്യത്തെ ഒരു 2-3 ദിവസം അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു, സ്കൂളിൽ പോകണ്ട എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ അവർ ഒറ്റപ്പെട്ടപ്പോൾ അവർക്കുണ്ടായ പ്രശ്നങ്ങൾ, പിന്നെ ഡിസബിലിറ്റി ഉള്ള കുട്ടികളുടെ പാരൻസ് ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ സൈക്കോളജിസ്റ്റ് എന്ന നിലയ്ക്ക് നമ്മളുടെ എല്ലാ മേഖലകളിലും നമ്മൾ വർക്ക് ചെയ്തിരുന്നു കോവിഡിൻ്റെ സമയത്ത്. അതിന് വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് സിനിമാ രംഗത്തുള്ളവർ ഒത്തിരി നമ്മളെ സഹായിച്ചു. അവരുടേതായിട്ടുള്ള മോട്ടിവേഷനായിട്ട് അവർ വീഡിയോസ് ചെയ്യാനും സൊസൈറ്റിക്ക് വേണ്ടി അവരെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളൊക്കെ അവർ സപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് നല്ലൊരു ടീം എഫേർട്ട് ആ സമയത്ത് ഉണ്ടായിരുന്നു. കോവിഡിന് 24/7 നമ്മൾ വർക്കിംഗ് ആയിരുന്നു. ഓൺലൈൻ അല്ല, ഡയറക്റ്റ് കൗൺസിലിംഗ് ഓൺലൈനാണ് കൊടുത്തിരുന്നത്. പക്ഷേ ഞങ്ങൾ പല സ്ഥലങ്ങളിലും പോകേണ്ടതും ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ വഴി ഒരുപാട് കാര്യങ്ങൾ, ഇൻ്റർവ്യൂസൊക്കെ ഞാൻ കൊടുത്തിരുന്നു. അപ്പോൾ ഞാനെപ്പോഴും ഫുൾ ടൈം കോവിഡിൽ വർക്കിംഗ് ആയിരുന്നു. കോവിഡായിട്ട് വീട്ടിലിരുന്നിട്ടില്ല എന്ന് തന്നെ പറയാം. ഇപ്പോൾ കൊറോണ സമയത്ത് മാം പറഞ്ഞതിൽ നിന്ന് കുട്ടികളെ വീട്ടിലിങ്ങനെ അടച്ചിരിക്കുന്നതിൻ്റെ ഒരു മെയിൻ പ്രശ്നം, അപ്പോൾ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് കുട്ടികൾ അന്ന് നേരിട്ടത്? കുട്ടികൾക്ക് എപ്പോഴും അവർക്ക് കളിക്കാൻ ഇഷ്ടമാണ്. ടീച്ചേഴ്സിനെ അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിനെ അവരൊക്കെ ആയിട്ട് ഒരുപാട് ഇതാണല്ലോ അവർ വരുന്നത്. അപ്പോൾ അവരുടെ ഒരു രാജ്യം എന്ന് പറയുന്നത് അവരുടെ പ്ലേ ഗ്രൗണ്ടാണ്. പക്ഷെ അത് കംപ്ലീറ്റ് ഒരു ദിവസം കൊണ്ട് അവർ വീടിൻ്റെ ഉള്ളിൽ ഒരു റൂമിൻ്റെ ഉള്ളിലായി. അപ്പോൾ 2 തരത്തിലാണ് അവർ. ചില കുട്ടികൾ അതൊരു ആദ്യത്തെ 2 ദിവസം അവർക്ക് സന്തോഷം തോന്നി. പക്ഷെ പിന്നീട് അവർക്ക് മനസ്സിലായി ഞങ്ങൾക്ക് ഇനി പുറത്തിറങ്ങാനും കളിക്കാനും ഒന്നും പറ്റുന്നില്ല. അപ്പോൾ അവർക്കൊരു ചെറിയ രീതിയിൽ ചെറിയ ലോ മൂഡിലേക്ക് കുട്ടികൾ പോയിട്ടുണ്ട്. പിന്നെ ചില കുട്ടികൾ ഭയങ്കര ഹൈപ്പർ ആയിട്ടുള്ള കുട്ടികളുണ്ട്. അവരെ സംബന്ധിച്ച് ഈ റൂമിൽ പൂട്ടിയിടുമ്പോൾ
ഉണ്ടാകുന്ന പാരൻസ് മനഃപൂർവ്വമല്ല, റെസ്ട്രിക്ഷൻസ് പാരൻസിനുണ്ട്. അപ്പൊ പാരൻസിന് ഒരുപാട് ഫോഴ്സ്ഫുള്ളായിട്ട് ഇവരുടെ അടുത്ത് പെരുമാറേണ്ട അവസ്ഥയാണ്. കാരണം കുട്ടികൾക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. കോവിഡ് എന്താണ്, കർഫ്യൂ എന്താണ്, എന്താണ് ലോക്ക്ഡൗൺ, ആ ടേംസ് മുഴുവൻ പാരൻസ് ആദ്യം ഇവരെ ലേൺ ചെയ്യിപ്പിക്കേണ്ട അവസ്ഥ വന്നിരുന്നു. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ടി വിയിൽ ആ സമയത്ത് വന്നിരുന്ന ന്യൂസുകൾ നമ്പറാണ് കാണിച്ചിരുന്നത്. അപ്പോൾ ഓരോ ദിവസം ഇത് സ്കോർ പോലെ ആൾക്കാർ നമ്മൾ ഈ ക്രിക്കറ്റിന്റെ ഒക്കെ സ്കോർ കാണുന്ന അതേ ലാഘവത്തോടും അതേ രീതിയിലൊക്കെ കാണുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കുട്ടികളിൽ കുറച്ച് ആങ്സൈറ്റീസ് ഉണ്ടാക്കിയിരുന്നു. കാരണം അവരെ സംബന്ധിച്ച് ഒരു സെപ്പറേഷൻ ആങ്സൈറ്റി വരാൻ സാധ്യതയുണ്ടായിരുന്നു. അപ്പൊ അത്തരം കേസുകൾ നമുക്ക് ഒരുപാട് കോള് വരാറുണ്ട്. പാരൻസ് ഹോസ്പിറ്റലൈസ്ഡ് ആവുമ്പോൾ ഇവര് കുറച്ച് ടെൻഷനായിരുന്നു. പിന്നെ അതുപോലെ ഇവരുടെ സിബ്ലിങ്സിന് പ്രശ്നം വരുമ്പോൾ ബ്രീത്ത് കിട്ടാതെയൊക്കെ വരുന്ന അവസ്ഥകളൊക്കെ. അപ്പൊ അതൊക്കെ ഇവരിൽ ഒരുപാട് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ചെയ്തിരുന്നു. ഒറ്റപ്പെടലുണ്ടായിരുന്നു. ഒരു ടീനേജിലുള്ള ആൾക്കാർക്ക് അവർ മാസ്ക് വർഷങ്ങളോളം ഉപയോഗിച്ചിട്ട് പിന്നെ അവരുടെ ഫേസ് പുറത്ത് കാണിക്കാനായിട്ട് അവർക്കൊരു ഇൻഫീരിയോറിറ്റി ഒക്കെ വന്നിരുന്നു. അത് ആഫ്റ്റർ കോവിഡ് വന്നിട്ടുള്ള സെഷൻസുകളിലൊക്കെ അങ്ങനെ വന്നിരുന്നു. അപ്പോൾ അവർ ആൾക്കാരോട് സംസാരിക്കൽ കുറഞ്ഞു. അവർ അവരുടെ വേൾഡിലേക്ക് തന്നെ മാറി. ഫോണിന്റെ അമിതമായിട്ടുള്ള ഉപയോഗം കുട്ടികൾക്ക് പാരൻസ് നിർബന്ധിതമായിട്ടും ഫോൺ കൊടുക്കേണ്ട അവസ്ഥയായി. അവരവരുടെ ലോകത്തിലേക്ക് പോയി. അങ്ങനെയുള്ള ഒരു കൾച്ചറൽ ഒരു ചേഞ്ച് സോഷ്യൽ, ഇമോഷണൽ, മെന്റൽ ഹെൽത്ത് എല്ലാത്തിനും അത് ബാധിച്ചിട്ടുണ്ട്. അപ്പൊ എങ്ങനെയായിരുന്നു അത് സോൾവ് ചെയ്യാനായിട്ട് ചെയ്ത കാര്യങ്ങൾ? ഇത്തരം കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റി ഓൺലൈൻ സെഷനുകൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ആക്ടിവിറ്റി ഗ്രൂപ്പുകൾ അവർക്ക് അവരുടേതായിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു. പിന്നെ ആ സമയത്ത് തന്നെ ഒത്തിരി സോഷ്യൽ ഓർഗനൈസേഷൻസും സമൂഹത്തിലുള്ള മറ്റാൾക്കാരുകളും കുട്ടികളെ ആക്ടിവിറ്റികളൊക്കെ ചെയ്യാനും പാട്ട് പാടാനും ക്രിയേറ്റീവായിട്ട് ചെയ്യാനൊക്കെ പാരൻസും ചെയ്തിരുന്നു. വീട്ടിൽ തന്നെ വീഡിയോസൊക്കെ എടുത്ത് അവർ പോസ്റ്റ് ചെയ്യുക, അവരെ അപ്രിഷിയേറ്റ് ചെയ്യുക, അത്തരം കാര്യങ്ങൾ നമുക്ക് കുട്ടികളിൽ ഇത് ചെയ്തിരുന്നു. പിന്നെ കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മളത് ഓൺലൈൻ വഴി കൗൺസിലിംഗ് കുട്ടികൾക്കും കൊടുത്തിരുന്നു. പിന്നെ അവർ പഠനം എന്ന് പറയുന്നത് തന്നെ കുട്ടികളിപ്പോൾ 1ാം ക്ലാസ്സിൽ വീട്ടിലിരുന്നവർ പിന്നെ 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ആഫ്റ്റർ കോവിഡ് ടീച്ചേഴ്സിന് 1ാം ക്ലാസ്സിലെ പഠിപ്പിക്കണോ 5ാം ക്ലാസ്സിലെ പഠിപ്പിക്കണോ എന്ന് അറിയാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അക്കാഡമിക്കലി നമ്മൾ അത്തരം സപ്പോർട്ടുകൾ സൈക്കോളജിക്കലായിട്ടുള്ള മെത്തേഡുകൾ ഉപയോഗിച്ചിട്ട് സപ്പോർട്ടുകൾ കൊടുത്തിരുന്നു. അവരുടെ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ടൊക്കെ എക്സസൈസുകൾ. അതുപോലെ തന്നെ ഈ മദ്യപിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ഒരു ഫ്രസ്ട്രേഷൻ, ടെൻഷൻ, അതൊക്കെ വീട്ടിൽ ഭയങ്കര നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് അവർക്ക് ഒരു സൊല്യൂഷൻ കൊടുത്തിരുന്നത്. ശരിക്കും ഞാൻ ഈ ഒരു സാഹചര്യത്തിൽ മദ്യപാനികളുടെ കൂടെ നിൽക്കാൻ എനിക്ക് പറ്റുള്ളൂ. കാരണം മദ്യം കഴിക്കാതെയുള്ള ഒരു വ്യക്തി വീട്ടിലിരിക്കുമ്പോൾ ഉള്ള അവസ്ഥ എന്ന് പറയുന്നത് ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും അയാൾ അറ്റാക്ക് ചെയ്യും. കാരണം അത്രയും ദിവസം മദ്യം കഴിച്ച് വീട്ടുകാരെ ഉപദ്രവിച്ചിരുന്ന വ്യക്തിനെ മദ്യം കഴിക്കാതെ ഇവർക്ക് കിട്ടുകയാണ്. അപ്പൊ ഇവര് നിങ്ങൾ അങ്ങനെ ചെയ്തില്ലേ, നിങ്ങൾ ഞങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ചെയ്തില്ലേ എന്നൊക്കെ ഒരുപാട്, ഇപ്പൊ വൈഫാണെങ്കിലും അവരവരുടെ വിഷമം കൊണ്ടാണ് പറയുന്നത്. പക്ഷെ ഇവർക്കത് വീണ്ടും കുറ്റബോധം വരികയാണ്. അപ്പൊ ഇവര് വീണ്ടും മദ്യം കിട്ടാനുള്ള, വീണ്ടും മദ്യപിച്ചവർക്ക് ആ ഒരു മെന്റൽ സ്റ്റേറ്റ് മാറുമല്ലോ. പക്ഷെ അതിന്റെ ഭാഗമായിട്ട് ഒത്തിരി ഇഷ്യൂസ്, പിന്നെ സൊസൈറ്റിയിൽ തന്നെ ഫോൾസ് ആയിട്ട് ഇപ്പൊ സ്പിരിറ്റ് കുടിച്ചാൽ മതി, അല്ലെങ്കിൽ ഈ പറയുന്ന സാനിറ്റൈസർ കുടിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇഷ്യൂസ് ഒരുപാട് പേര് കിട്ടുന്നത് മുഴുവൻ എടുത്ത് കുടിക്കാനൊക്കെ നോക്കിയിരുന്നു. അപ്പൊ മദ്യപാനത്തിന്റെ ട്രീറ്റ്മെന്റ് ഞാൻ നിംഹാൻസിന്നാണത് ട്രെയിൻഡ് ആയിട്ടുള്ളത്, സബ്സ്റ്റൻസ് അബ്യൂസ് എന്ന് പറയുന്ന ഇതിന് ട്രെയിനിങ്. അപ്പൊ അതിൽ നമ്മൾ പറയുന്നത് 4D മെത്തേഡാണ്. അതായത് ഡീപ്പായിട്ടുള്ള ബ്രീത്ത് എക്സസൈസുകൾ, അതുപോലെ തന്നെ ഡിലേ ചെയ്യുക, ദെൻ ഡ്രിങ്ക് വാട്ടർ. അതായത് ഈ മദ്യപാനിക്കല്ല ട്രീറ്റ്മെൻറ്റ് ശരിക്കും കൊടുക്കേണ്ടത്, അവരെ നോക്കുന്ന ബൈസ്റ്റാൻഡർക്ക്, അവരെ നോക്കുന്ന ആൾക്കാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കുക. അപ്പോൾ ഈ മദ്യപാനി ഇവിടെ നിർത്തി കഴിയുമ്പോൾ മെഡിക്കൽ സപ്പോർട്ടുകൾ വേണം. അവർക്ക് സോഷ്യൽ പ്രശ്നങ്ങൾ വരും, സെക്ഷുവൽ പ്രോബ്ലംസ് വരും, മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് വരും, സൈക്കോളജിക്കൽ ഇഷ്യൂസ് വരും. അപ്പോൾ മെഡിക്കൽ സപ്പോർട്ട്, ദെൻ ഈ ഫാമിലി മെമ്പേഴ്സ് അവർ ഇയാൾക്ക് വേണ്ട തരത്തിലുള്ള വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് കൊടുക്കണം, ജ്യൂസുകളായിട്ടും ഡ്രിങ്കുകളായിട്ടും കൊടുക്കണം. അപ്പോൾ അതുവരെ മദ്യം കഴിച്ച് തല്ലിയിരുന്ന ഭാര്യയ്ക്ക് പെട്ടെന്ന് ഇയാൾക്ക് ജ്യൂസും ഷെയ്ക്കൊക്കെ കൊടുക്കാനായിട്ട് മാനസികമായിട്ടൊരു വിഷമം ഉണ്ടായിരിക്കും. അതല്ലെങ്കിൽ അത് കാണുന്ന മക്കൾക്ക് ഇത്രയും ദിവസം അമ്മേനെ ഉപദ്രവിച്ച ആൾക്കാണ് അമ്മ ഇങ്ങനെ നന്നായി വെൽ ട്രീറ്റ് ചെയ്യുന്നത് എന്നൊക്കെ തോന്നാം. പക്ഷെ മദ്യപാനം ഒരു ആസക്തി രോഗമാണ്, രോഗിയാണ് അവർ.
അപ്പോൾ ഒരു പെഗ് കഴിച്ചോ അല്ലെങ്കിൽ എത്രയും കഴിച്ചോ എന്നുള്ളതല്ല അളവ്. മദ്യപാനം ഒരു ആസക്തി രോഗമാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ആ രോഗീനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ആ രോഗീനെ ട്രീറ്റ് ചെയ്യുമ്പോൾ രോഗിക്ക് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ട്. അത് ബൈസ്റ്റാൻഡർക്കും ഫാമിലിക്കും ട്രെയിനിങ് കൊടുത്തിരുന്നു. ഇപ്പം ആ ഒരു കാലഘട്ടത്തിലല്ലാണ്ട് ഇപ്പോഴും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമാണോ? തീർച്ചയായിട്ടും. സൈക്കോളജിക്കൽ ഇപ്പം ഇത് അവൈലബിൾ ആണല്ലോ, നമുക്ക് അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഇല്ലല്ലോ. റെസ്ട്രിക്ഷൻ ഇല്ല. ഇപ്പൊ മദ്യമാണെങ്കിലും ഇപ്പോ പല സ്കൂളുകളിലാണെങ്കിലും പുക നിറഞ്ഞ സ്കൂളുകളാണ്. പണ്ടൊക്കെ ഉച്ചയ്ക്ക് കഞ്ഞി വെക്കുന്ന സ്കൂളിൽ നിന്നാണ് പുക വരാറുള്ളത്. ഇപ്പോ കഞ്ഞിപ്പുരയിൽ നല്ല പുക വരുന്നേ. അപ്പോ തീർച്ചയായിട്ടും നമ്മൾ അവിടെ സ്കൂളുകളാണെങ്കിലും ചെറിയ കുട്ടികളാണെങ്കിലും ഒരു മദ്യപാനത്തിന്റെ ഏജ് ഉണ്ട്, ആൽക്കഹോളിക് ഏജ്. ആൽക്കഹോളിക് ഏജ് എന്ന് പറഞ്ഞാൽ എത്ര വയസ്സ് തൊട്ടാണ് അയാൾ മദ്യം കഴിച്ചു തുടങ്ങിയത്, അതും അയാളുടെ ഇപ്പോഴത്തെ ക്രോണോളജിക്കൽ ഏജും അത് വെച്ചിട്ട് നമ്മൾ മൈനസ് ചെയ്തിട്ടാണ് എത്ര വർഷത്തെ മദ്യപാനത്തിന്റെ ഹിസ്റ്ററി ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഹിസ്റ്ററി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പിന്നെ അടുത്തടുത്ത സ്റ്റേജുകൾ നോക്കി അതിൻ്റെ അളവും അവരുടെ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ മദ്യം കഴിക്കുക എന്ന് പറയുമ്പോൾ അത് എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ വിചാരിക്കും എന്തൊരു സന്തോഷമായിട്ട് അവർ കഴിക്കണേ, കക്കുന്ന ഒരു സംഭവമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കഴിക്കുന്ന രീതി, അവർ കഴിക്കാനിരിക്കുന്ന സ്റ്റൈല്, അവർ കുടിക്കുന്ന രീതികൾ, ഉപയോഗിക്കുന്ന മെത്തേഡുകൾ, അത് കഴിച്ചു കഴിഞ്ഞാലുള്ള അവരുടെ മൈൻഡിൽ വരുന്ന ചേഞ്ചസ്, ഇത് ഒരു മദ്യപാനിയിൽ നിന്ന് മറ്റൊരു മദ്യപാനിയിലേക്ക് വളരെ വ്യത്യാസമാണ്. അപ്പോൾ ഒരാളെ പോലെ നമുക്ക് മറ്റൊരാളെ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. അയാളെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കി ആസ് എ തെറാപ്പിസ്റ്റ് നമ്മൾ അയാളെ ആക്സെപ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് അയാളെ ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 9ാം ക്ലാസ് 10ാം ക്ലാസ് മുതൽ തന്നെ കുട്ടികൾ ഡ്രഗ്സ് ആണെങ്കിലും മദ്യപാനാണെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ട്. നമുക്കിത് എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും? ഒരു 9ാം ക്ലാസ് എന്ന് പറയുന്നത് മാത്രമല്ല, നമുക്കൊരു അല്ലെങ്കിൽ ഒരു പീരീഡ് അല്ല നമ്മൾ ഈ ഒരു സംഭവങ്ങൾ ഉപയോഗിച്ച് തുടങ്ങുന്നത്. കുട്ടികൾ കേസുകളും വരുമ്പോൾ അതിനു മുൻപേ അവരത് ട്രൈ ചെയ്തിട്ടുള്ള കേസുകൾ ഒത്തിരി നമുക്ക് വരാറുണ്ട്. അപ്പോൾ ഒരു കുട്ടിയുടെ വളർച്ചാ കാലഘട്ടത്തിൽ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കോഴ്സായിട്ട് കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ലഹരിയുടെ ഉപയോഗം. അവർക്ക് ജീവിതമാണ് ലഹരി എന്നുള്ളത് മാറി ഇത്തരം കാര്യങ്ങൾ ഒരു സ്റ്റാറ്റസിന്റെ ഭാഗമായിട്ടും കൂടി അത് ചെയ്യുന്നുണ്ട്. പിന്നെ കുട്ടികളെ സംബന്ധിച്ച് അവരെപ്പോഴും ഇമിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യുന്നു അതെനിക്ക് ഞാൻ ചെയ്തില്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് ഔട്ടായി പോകുന്ന ഓഡ് വണ്ണായിട്ട് മാറുമോ, അല്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ടു പോവോ എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ പല കുട്ടികളത് ട്രൈ ചെയ്യാനായിട്ട് വൺസ് ഒന്ന് നോക്കാനായിട്ട് ശ്രമിക്കും. പലപ്പോഴും പേരൻസ് തന്നെ ഇങ്ങനെ ഇരുന്ന് കഴിക്കുന്ന സമയത്ത് കുറച്ച് ട്രൈ ചെയ്തെന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഒരു കൾച്ചറിന്റെ ഭാഗമായിട്ട് ഇപ്പൊ പുരുഷന്മാരെക്കാട്ടിലും കൂടുതൽ സ്ത്രീകളാണ് മദ്യം ഉപയോഗിച്ച് വരുന്നുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ അങ്ങനെ ഒരു ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നോക്കുമ്പോൾ അച്ഛനും അമ്മയും കുടിക്കുന്നുണ്ട്. അപ്പോൾ അതെനിക്കും പ്രശ്നമില്ലാത്തൊരു കാര്യമാണ്. അവര് തന്നെ കൊടുക്കുന്ന ഒരു സാഹചര്യം ഒഴിച്ചു കൊടുക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. പക്ഷെ ഇത് നമ്മുടെ അറിയാലോ, ഇപ്പൊ ഒരു ലഹരി എന്ന് പറയുന്നത് നമ്മുടെ മെന്റൽ ആയിട്ടുള്ള എബിലിറ്റീസിനെയും നമ്മുടെ കാര്യങ്ങളെയൊക്കെ ബാധിക്കും. ഇതില് ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത് ജസ്റ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞ വേർഡാണ്. അതൊരു മദ്യം കഴിക്കുന്ന ഒരാള് അല്ലെങ്കിൽ മദ്യം കൊടുക്കുന്ന ഒരാള് അവരെപ്പോഴും പറയുന്ന കുറച്ച് ന്യായീകരണങ്ങളുണ്ട്. എനിക്ക് എപ്പോൾ വേണമെങ്കിൽ മദ്യപാനം നിർത്താം. ഇപ്പൊ ഞാൻ അമ്പലത്തിലേക്ക് പോകുമ്പോ അല്ലെങ്കിൽ മാലയിട്ടിരിക്കുമ്പോ വ്രതം എടുക്കുമ്പോ ഞാൻ മദ്യം കഴിക്കാറില്ല. 41 ദിവസം അവര് കഴിക്കാറില്ല. അതുപോലെ ഞാൻ എല്ലാ വർഷത്തിലും ഉത്സവങ്ങൾക്ക് മാത്രമേ കഴിക്കുള്ളൂ. അങ്ങനെ ഒരുപാട് അവർക്കുള്ള ലിസ്റ്റ് അവർ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും. ന്യായീകരണങ്ങളാണ്. പക്ഷെ ഈ 41 ദിവസം കഴിക്കാത്ത ആളുടെ മനസ്സിലുള്ളത് 42ാമത്തെ ദിവസം എനിക്ക് കഴിക്കാം. അപ്പോൾ ഇതിനെ നമുക്ക് എന്താ വെച്ചാൽ കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്റി അവർക്കുണ്ട്. ചില ആൾക്കാർക്ക് 5 വർഷം അവർക്ക് കഴിക്കാതിരിക്കാൻ പറ്റും. പക്ഷെ ഒരു ചാൻസ് ഉണ്ട് അവരെ വീണ്ടും അതിലേക്ക് വരാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മദ്യപാനം എന്ന് പറയുന്നത് നമുക്ക് പൂർണ്ണമായിട്ടും നിർത്താനായിട്ടല്ല പറ്റുന്നത്, നമ്മൾ അതിൻ്റെ കഴിക്കാതിരിക്കുന്നതിൻ്റെ വർഷങ്ങൾ കൂട്ടിക്കൊണ്ടുവരാം. അങ്ങനെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ കൂടുതൽ ചെയ്യുക. ഇൻ കേസ് അവർ കഴിച്ചാൽ തന്നെ നമ്മൾ അവരെ കുറ്റപ്പെടുത്താതെ ട്രീറ്റ്മെൻറ്റിലേക്ക് പ്രോപ്പറായിട്ട് കൊണ്ടുവരിക. ദെൻ കുട്ടികളുടെ കേസിൽ മദ്യം എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ കുറവാണ്. മറ്റ് ലഹരി വസ്തുക്കൾ കുട്ടികൾക്ക് ഏറ്റവും ഈസിലി ആക്സസബിൾ ആയിട്ട് ഉള്ള രീതിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പാരൻസിന് ഒരു പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കണം. പാരൻസിന് കുട്ടികളുടെ ഇമോഷണൽ ചേഞ്ചസ്
എസ്പെഷ്യലി ഭയങ്കര ദേഷ്യം ഉണ്ടായിരിക്കും അവർക്ക്. അവർ ദേഷ്യപ്പെടും. യൂസ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ബിഹേവിയറിൽ ഒരുപാട് മാറ്റം ഉണ്ടായിരിക്കും, ദേഷ്യം ഉണ്ടായിരിക്കും, വാശി ഉണ്ടായിരിക്കും. പിന്നെ പാരന്റിനോട് ഒന്നും ഷെയർ ചെയ്യില്ല, അവരവരുടേതായിട്ടുള്ള പേഴ്സണൽ ഒരു കാര്യങ്ങളിലേക്ക് പോവുക. പിന്നെ ഫിസിക്കൽ സിംറ്റംസ്, ചിലരുടെ കണ്ണിന് ചുവന്നിരിക്കുക, അങ്ങനെ കുറേ സിംറ്റംസ് ഒക്കെ ഉണ്ട്. ഇതിപ്പോൾ ഒരുപാട് അവയർനെസ് ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരുപാട് ക്ലാസ്സുകൾ കിട്ടുന്നുണ്ട്, ടീച്ചേഴ്സിന്റെ ലഹരി വിമുക്ത ആയിട്ടുള്ള ഒരുപാട് ക്ലാസ്സുകളുണ്ട്. അപ്പോൾ പാരന്റ്സ് നിർബന്ധമായിട്ടും ഈ ക്ലാസ്സുകൾ കേട്ട് മനസ്സിലാക്കുക. പക്ഷേ സംശയ ദൃഷ്ടിയോടുകൂടി കുട്ടിയെ കാണരുത്. അപ്പൊ പാരന്റ്സ് ഓരോ ദിവസം വീട്ടിൽ കയറി വരുമ്പോ മണത്ത് നോക്കാൻ തുടങ്ങും. അപ്പൊ അത് വരുമ്പോ അതൊരു ടെൻഡൻസിയാണ് കുട്ടികൾക്ക്. എന്നെ ഒരു വിശ്വാസമില്ല എന്നുള്ളത് ഒരു മെസ്സേജ് അങ്ങനെ പോകും. അപ്പൊ അവർക്ക് ഞാനിത് ചെയ്താലും ഇപ്പൊ ഇത്രയ്ക്കുള്ളൂ, ചെയ്തില്ലെങ്കിലും അമ്മ അങ്ങനെ സംശയിക്കും. അപ്പൊ അങ്ങനെ വരാതെ പ്രോപ്പർ പാരന്റൽ ഒരു ട്രെയിനിങ് അവിടെ വേണം, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് കണ്ടു കഴിഞ്ഞാൽ പാരന്റ് ടീച്ചേഴ്സ് കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ വേണം. അപ്പൊ അങ്ങനെ ഇഷ്യൂസ് കണ്ടു കഴിഞ്ഞാൽ അവർക്കത് ട്രീറ്റ് ചെയ്യാനും അത് മാറ്റാനുള്ള സപ്പോർട്ട് കുട്ടികൾക്ക് കൊടുക്കണം. പക്ഷെ പല കുട്ടികളും ഈ ഓപ്പൺ ആയിട്ട് സംസാരിക്കാത്ത കുട്ടികളുണ്ടായിരിക്കുമല്ലോ. ക്ലാസ് കഴിഞ്ഞാൽ റൂമിൻ്റെ ഉള്ളിൽ ഇരിക്കുക, പഠിക്കുക എന്ന് പറഞ്ഞിട്ട് ഫുൾ ടൈം അങ്ങനെ ഒരു സ്പേസിലോട്ട് ഇരിക്കുക. അതുപോലെ തന്നെ കോളേജിൽ അല്ലെങ്കിൽ ക്ലാസ്സിൽ ഉണ്ടാകുന്ന വിശേഷങ്ങളൊന്നും പറയാതിരിക്കുക. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളുടെ പേരൻസ് എന്ത് ചെയ്യണം? അവിടെ കുട്ടിയുടെ ഒരു മിസ്റ്റേക്ക് നമുക്ക് പറയാൻ പറ്റില്ല. പാരന്റിങ്ങിന്റെ ഒരു സ്റ്റൈലാണ് ചേഞ്ച് ചെയ്യേണ്ടത്. നമ്മുടെ കുട്ടിയുടെ അടുത്ത് അവർക്ക് കൊടുക്കേണ്ട ഒരു കോൺഫിഡൻസ്, നിന്റെ ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും നിനക്ക് അച്ഛനും അമ്മയാണ് നിന്നെ സഹായിക്കാനുണ്ടാവുക. എന്താവശ്യം വന്നാലും നിന്നെ ഞങ്ങളാണ് സപ്പോർട്ട് ചെയ്യാനുണ്ടാവുക. ആ മെസ്സേജ് പാരന്റിങ്ങിൽ കയറിപ്പോണം. അപ്പൊ അങ്ങനെ ഒരു മെസ്സേജ് നെഗറ്റീവ് ആയിട്ടുള്ളൊരു ഇത് വരില്ലേ? കാരണം എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും സോൾവ് ചെയ്യാനായിട്ട് പാരന്റ്സ് ഉണ്ടെന്നൊരു തോന്നൽ കുട്ടികൾക്ക്. അതായത് അവർക്കത് കൊടുക്കേണ്ടത്, ഇപ്പൊ എന്ത് പ്രശ്നം വന്നതെന്ന് പറഞ്ഞാല് ഇത് ഇവര് പ്രശ്നം ഡീൽ ചെയ്യാൻ അറിയാത്തത് കൊണ്ടാണ് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്നത്. അപ്പൊ അവർക്കിപ്പോ ഒരു കാര്യം തുറന്നു പറയാൻ, ഇപ്പൊ ഒരു റാഗിങ് ഉണ്ടായി, അല്ലെങ്കിൽ ഒരു കുട്ടീനെ ബുള്ളിയിങ് ചെയ്ത് അവൻ സഫോക്കേറ്റ് ചെയ്ത് കുറെ നാള് വെച്ച് നടന്നിട്ട് ഒരു ദിവസം ചിലപ്പോൾ അവൻ തിരിച്ച് അടിക്കാം, അതല്ലെങ്കിൽ അവൻ ഗുണ്ടകളെ കൊണ്ട് ചെയ്യിപ്പിക്കാം, അതല്ലെങ്കിൽ അവൻ എന്തെങ്കിലും എടുത്ത് റിയാക്ട് ചെയ്യാം. അപ്പൊ ആ സ്റ്റേജ് എന്ന് പറയുന്നത് അതിന്റെ അൾട്ടിമേറ്റ് ഇതിലേക്ക് പോകുന്നതാ. പക്ഷെ ഈ കുട്ടി തുറന്ന് പറയാണ്, അമ്മ അച്ഛൻ എനിക്ക് ഇങ്ങനൊരു പ്രശ്നം സ്കൂളിലുണ്ടെന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു പ്രോബ്ലം അല്ല, അവർക്കത് ഡീൽ ചെയ്യാൻ പറ്റും. അപ്പൊ കുട്ടികൾക്ക് അത് പറയാൻ പറ്റുമോ? പറഞ്ഞാൽ പേരൻസ് ഇവരെ കുറ്റക്കാരായിട്ട് കാണോ? ഈ രണ്ട് കോൺഫ്ലിക്റ്റ് ആണ് അവർക്ക് വരിക. അതിനെ നമ്മൾ മാറ്റണം ചൈൽഡ്ഹുഡിൽ തൊട്ട്. അത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അവരെ ഹഗ് ചെയ്യണം, അവരെ കെട്ടിപ്പിടിക്കണം, അവർക്ക് ഉമ്മ കൊടുക്കണം, അവരെ നമ്മുടെ കൂടെ ഇരുത്തണം. അവരോട് ചില കുട്ടികൾ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ടൈപ്പ് ഉണ്ട്, പക്ഷെ അവരാണെങ്കിലും നമ്മൾ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് അവരായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഓപ്പൺ ആവാതിരിക്കാൻ അവർക്ക് പറ്റില്ല. പാരൻസ് എന്ന് പറഞ്ഞാൽ അവരുടെ ദൈവമാണ്. അവർക്ക് പാരന്റൽ ഒരു ട്രെയിനിങ് വരുമ്പോൾ അവരത് വന്നോളും. അപ്പോൾ ഇയാൾ ചോദിച്ച പോലെ വലിയ പ്രശ്നത്തിലല്ല പാരന്റ് ഇടപെടേണ്ട വരിക. ചെറിയ കാര്യങ്ങൾ തൊട്ട് ഡീൽ ചെയ്യാൻ പറ്റും. അവർക്ക് ആ സപ്പോർട്ട്, കോൺഫിഡൻസ് നന്നായിട്ട് വരും.